ഹായ് ഹലോ നമസ്കാരം. ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്തതല്ല, അതുകൊണ്ട് മൈക്കും ബാക്കി കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. അപ്പം ഇതാരുടെയെങ്കിലും പ്രേരണയാലൊന്നും ചെയ്യുന്നതല്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ വീഡിയോ കുറച്ച് കാലത്തേക്ക് മാറ്റിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് സിജോയുടെ ഒരു വീഡിയോ കണ്ടത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും സിജോയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ പ്രകോപിതരായി. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. വേറൊന്നുമല്ല, സിജോയും അനന്തും തമ്മിലുള്ള ഒരു ഇഷ്യൂ നടക്കുവാണ്, നമ്മുടെ മല്ലു ഫാമിലിയെ പറ്റിയുള്ള. അത് അവരുടെ ഫാമിലി ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച് മാറിയുന്നതാണ്. ഈ സിജോ പണ്ടും അനന്തും ഇപ്പോഴും അവരുടെ ഫാമിലി ഇഷ്യൂവിൽ അധികം കടന്നു കയറി എന്തൊക്കെയോ പറയുന്നുണ്ട്. സോ എന്തായാലും സിജോ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഡോസ് അനന്തുവിന് കൊടുത്തു, തിരിച്ച് അനന്തു നല്ലൊരു ഡോസ് സിജോയ്ക്ക് കൊടുത്തു. അത് നന്നായിട്ട് കൊണ്ടു സിജോയ്ക്ക്. അത് ഈ വീഡിയോയിൽ ആ ഫ്രസ്ട്രേഷൻ നന്നായിട്ട് കാണാം. അതല്ല വിഷയം. ഇവിടെ സിജോ വന്നിരുന്നിട്ട് പിതൃത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പലതന്തയ്ക്കുണ്ടായവൻ എന്നൊക്കെ ഉള്ള രീതിയിൽ അനന്തുവിനെ വിളിക്കുന്നു. ശരിക്കും സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു മനുഷ്യനും പലതന്തയ്ക്ക് ജനിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലതന്തയ്ക്ക് ജനിക്കില്ല. അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ ഈ ഡയലോഗ് അടിക്കാതിരിക്കുക. അത് ഈ പ്രൈമറി സോഷ്യൽ മീഡിയയിൽ ഒരു വൈൽഡ് ഓഡിയൻസിന് മുന്നിൽ വന്നിട്ട് പറയുകയാണ് പലതന്തയ്ക്ക് ജനിക്കുക. ഇതൊക്കെ നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയുന്ന വാക്കുകളാണ്. അത് ഭയങ്കര മോശമായിട്ടുള്ള വാക്കാണ്. കാര്യം ബയോളജിക്കലായിട്ട് ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നിന്റെ പ്രവൃത്തികൾ, നിലവിലെ നിന്റെ പ്രവൃത്തികൾ ഇതിനെയൊക്കെ എന്താ പറയുന്നത്, പല തന്തയ്ക്കുണ്ടായത് കണക്ക് തന്നെയാണ് സിജോ. ഇനി സിജോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് ഈ പ്രൈമറി കട്ടെത്തി. നിങ്ങൾക്കറിയാം ബിഗ് ബോസിൽ സിജോ കാണിച്ച കുട്ടിയ വേലകൾ. നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. സിജോ ഇവിടുന്ന് പോയപ്പോൾ വെളിയിൽ വന്നിട്ട് പറഞ്ഞൊരു PR കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സിജോ PR കൊടുത്തത് തന്നെയാണ്. ഞാൻ അതിൻ്റെ വോയിസ് ഞാൻ വെളിവിടുകയും ആരുടെ വോയിസ് ആണോ അതിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ ആ വോയിസ് എന്താ പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തതാണ്. നോയ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വോയിസ് ഞാൻ പിന്നെ എന്താ പറയുന്നത് ഇതാക്കുകയും ചെയ്തു. എനിക്ക് നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോകളിൽ ഒന്നായിരുന്നു. ഞാൻ എന്നിട്ട് അത് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ സിജോയോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇദ്ദേഹം ഒരു വാട്സപ്പിൽ ഒരു അഡ്മിന് PR കൊടുത്തു. ആ പുള്ളിയോട് അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന കാര്യം, സിജോ സംസാരിക്കുന്ന കാര്യം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് ഈ ഒരു വാട്സപ്പിൻ്റെ കൂട്ടായ്മയുടെ ഒരു ബലത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞതിൻ്റെ ബലത്തിൽ ഇദ്ദേഹം അവിടെ പോയിട്ട് അങ്ങ് സ്വയം പൊങ്ങുവാണ്. എന്നെ ലക്ഷങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നിന്നെ ആരാണ് ഇഷ്ടപ്പെടുന്നത്? സീരിയസ് ആയിട്ട് നീ പണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് സിജോ? കുറേ പാവങ്ങളുടെ, ഞാൻ ഈ പ്രൈമറി യൂട്യൂബ് എന്ന് പറയുന്ന ചാനൽ വരുന്ന സമയത്ത് നീ ബിഗ് ബോസിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചത് നിന്റെ നമ്പറാണ്. നീയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അഭിഹിതം പറഞ്ഞ് നിനക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ട് ഈ റീസെൻ്റ്ലി കുറച്ച് പേർക്ക് ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. അങ്ങനെ നീ കാണുന്നവരെ എല്ലാം, അല്ലെങ്കിൽ നീ ഈ പ്രൈമറി ഏതെങ്കിലും ഇപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് വന്നിരുന്നിട്ട് നീ ക്രൈം സ്റ്റോറി പറയും. എന്നിട്ട് ഒരു രീതിയിലും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പറ്റി അഭീതം പറഞ്ഞുണ്ടാക്കും. ഇത് തന്നെയായിരുന്നു നിന്റെ പരിപാടി. ആണോ അല്ലയോ? അങ്ങനെ പറഞ്ഞു പലരും, ഞാനുമായിട്ടും പലരുമായിട്ടും ഈ പറയുന്ന, നീ ഒന്ന് അന്വേഷിച്ച് നോക്കിയത് യൂട്യൂബിൽ പലരെയും വിളിച്ച് അവർ കോൺടാക്ട് ചെയ്തിട്ട് നിന്റെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം റീസെൻ്റ്ലി നിന്റെ പ്രവൃത്തികൾ കാരണം കൊടുക്കേണ്ടി വന്നു. അല്ലാതെ നീ ഇപ്പം അന്നം വാങ്ങിച്ച് തിന്നുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. പിന്നെ നീ ബിഗ് ബോസ് ചെയ്ത എന്താ നാർത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ അവിടെ ഇന്ന് സ്വയം പൊങ്ങി. ഈ റോക്കി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല. അയാൾ ഭയങ്കരമായിട്ട് ടോക്സിക് ആയിരുന്നു. ആ ടോക്സിക്കായ റോക്കിയെ ഭയങ്കരമായിട്ട് ഇവൻ നിന്ന് പ്രൊമോട്ട് ചെയ്തു. ഇവൻ്റെ അനിയന, ചേട്ടന, അളിയന, മച്ചാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ നിന്ന് ഇത് ചെയ്തിട്ട് അവൻ എന്താണെന്ന് ഇവൻ ഏകദേശമൊക്കെ ഒരു ബോധ്യമുള്ള ഒരാളാണ്. എന്നിട്ട് അവനെ ചൊറിഞ്ഞ് അവൻ്റെ ഇന്ന് ഇടി വാങ്ങിയത് അവൻ്റെ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കരുത്. പക്ഷേ സിജോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും അത് ഉള്ള അർഹതയില്ല അവൻ്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങാൻ. കാര്യം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തോന്നി ഇവനെ 4 എണ്ണം കൊടുത്തിരുന്നെങ്കിൽ വിചാരിച്ചു. സീരിയസ് ആയിട്ട് സ്വയം അങ്ങോട്ട് പൊങ്ങുവാണ്. ഞാൻ രാജാവാണ്, ഞാൻ അതാണ്, മാടയാണ്, ഇപ്പോൾ തേങ്ങയാണ്. നീ ഒരു ഒലക്കയുടെ മൂടുമല്ല സിജോ. നീ വെളിയിൽ കൊടുത്ത PR ബലത്ത് വന്നിരുന്ന് തള്ളി.
അത്രേ ഉള്ളൂ. അല്ലാതെ നീ അവിടെ എന്ത് ഗെയിമാണ് കളിച്ചത്? നീ ടോക്സിസിറ്റിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് അതേ സാധനം നീ വളർത്തിയ പാമ്പ് നിന്നെ തന്നെ കടിച്ചു. അതാണ് സംഭവം. അതിനുശേഷം നീ കാണിച്ചത് ലോക മണ്ടത്തരമാണ്. ആ ഇടി കൊണ്ടിട്ട് ആണായിട്ടുള്ളവരുത്തനാണെങ്കിൽ ആ ഷോയിൽ പിന്നെ നിൽക്കില്ല. അത് പ്രദർശിപ്പിച്ചതിന് ശേഷം അത് ഓക്കെ വെളിയിലാക്കുന്നു. അതിനുശേഷം ആണായിട്ടുള്ളവരുത്തെ ആ ഷോയിൽ നിൽക്കത്തില്ല. നീ ഒരു ഉളുപ്പുമില്ലാതെ അവിടെ നിന്നു എന്നത് പോട്ടെ, ബുദ്ധി എന്ന് പറയുന്ന സാധനം നിനക്കില്ല എന്നുള്ള കാര്യം വീണ്ടും അതിനകത്ത് വന്ന് നീ നിന്റെ കാട്ടുതീയും ഒലക്കയുടെ മൂടൊക്കെ എടുത്തിട്ട് ഇഷ്ടം പോലെ വാങ്ങി. ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയൊരു ഷോ, എപ്പിക് ഷോ, ആ എപ്പിക് ഷോയിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന ഒരു ഷോയിൽ ഇടി കൊണ്ടു കഴിഞ്ഞാൽ വെളിയിൽ പോയിട്ട് അതിനൊരു നഷ്ടപരിഹാരമെങ്കിലും വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു മാന്യത. നിന്റെ ലൈഫിനെ അത് കാര്യമായിട്ട് സാരമായിട്ട് ബാധിച്ചു എന്ന് നീ പറയുമ്പോൾ അതിൻ്റെ ഗോസ്റ്റ് നീ മറ്റുള്ളവരോട് കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാവുന്ന എങ്ങനെയാണ്? ഇത് ബിഗ് ബോസിൽ നടന്നൊരു ഇഷ്യൂ ആണ്. ആൾക്കാർ സംസാരിക്കും. നിന്റെ കയ്യിലിരിപ്പ് കാരണമാണ്, നിന്റെ തന്തയില്ലായ്മ കാരണം. നീ പറയുന്ന ഭാഷയിലാണ് പറയുന്നത്. നിന്റെ തന്തയില്ലായ്മ കാരണമാണ് സിജോ നിനക്ക് ആ ഇടി കിട്ടിയത്. നിനക്ക് ഇനിയും വെളിയിൽ നിന്ന് 4 കൂടെ കിട്ടണമെന്നാണ് എല്ലാവരും പറയുന്നത്. സീരിയസ് ആയിട്ടും നീ പിന്നെ അതിനുശേഷം എന്താ പറയുന്നത്, യൂട്യൂബിലുള്ള കുറേ ആൾക്കാരെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്. നീ പണ്ടും അവരെ താങ്ങിക്കൊണ്ടാണ് നടക്കുന്നത്. നിന്റെ വർത്തമാനവും അവരാണ് ഭയങ്കര സംഭവം, അതാ മട കൂടെ എന്നൊക്കെയാണ്. ഒന്നുമല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ല നീ ജനിച്ചപ്പോൾ നീ പിന്നെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്താ മോളെന്ന് മോനെന്ന് വിളിച്ചത് മാറ്റിയിട്ട് മോളെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടു അനന്തൂനെ. അപ്പം നീ ചെറുത് കൊടുത്തു, അവൻ വലുത് തന്നു. അതിന് നീ തന്തയ്ക്ക് പറയുന്നത് തന്തയില്ലായ്മ തരം തന്നെയാണ്. ഇങ്ങനൊന്നും സംസാരിക്കണമെന്ന് വിചാരിച്ചല്ല. സിജോയെ പോലൊരു വ്യക്തി ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ, അത് ബിഗ് ബോസ് കണക്കുള്ളൊരു സംഭവം അവൻ്റെ തലയ്ക്ക് മേലെ നിൽക്കുമ്പോൾ അപ്പോൾ ഇതേ കണക്ക് വന്നിരുന്ന വർത്തമാനം പറയുന്നത്, അവനൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ഫെയിമുണ്ട്. നമ്മളെ കണക്കൊന്നും അല്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുന്നത് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമൊക്കെ ചില തെറ്റുകൾ വന്നാലും അത് തിരുത്തി മുന്നോട്ട് പോകണം. ഇവൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലോട്ടാണ് പോകുന്നത്. ഇവൻ ഇപ്പോഴും വന്നിരുന്നിട്ട് മറ്റുള്ളവരുടെ തന്തയ്ക്ക് പറയുകയാണ്. എന്ത് യോഗ്യതയാണ് ഇവന് മറ്റുള്ളവരുടെ തന്തയ്ക്ക് പറയുള്ളത്? എന്ത് യോഗ്യതയാണ് സിജോയ്ക്കുള്ളത്? സിജോ നീ കാണിച്ച കണക്ക് തന്തയില്ലായ്മകൾ ആരും കാണിച്ചിട്ടില്ല. നീ മോറൽ സൈഡായാലും, നീ പഴയ നിന്റെ വീഡിയോകളൊക്കെ കാണണം, നീ ഭയങ്കര മോറൽ സൈഡൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അഭിഹിതം ഭയങ്കര മോശമാണ്, അതാ മാടേ പൊട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നീ പബ്ലിക് ചെയ്യുന്ന ഉമ്മ വെച്ചുകൊണ്ടാണ്. നിന്റെ ഭാര്യയാണ് ഉമ്മ വെച്ചത്, ആയിക്കോട്ടെ. പക്ഷെ അങ്ങനെ ഉള്ള നീ മോറൽ സൈഡ് പറഞ്ഞു ഇവിടെ ഫെയിം ഉണ്ടാക്കി വരലായിരുന്നു. അതേ മോറൽ സൈഡ് പറഞ്ഞാണ് നീ ബിഗ് ബോസിൽ വന്നത്. മോറൽ സൈഡ് പറയുന്ന നീ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ളവരെ എന്താ പറയുന്നത്, നീ ചെയ്ത കുറ്റങ്ങൾ ഒക്കെ വെച്ചിട്ട് നീ മറ്റുള്ളവരെ പഴിയായിരുന്നു. അത് തിരിച്ചു കിട്ടിയപ്പോൾ നിനക്ക് നൊന്തോ? ഇവിടെ എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും, സ്വാഭാവികമാണ്. പക്ഷെ ഒരാളുടെ തന്തയ്ക്കൊക്കെ വിളിച്ചിട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അപ്പം ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും എന്താ പറയുന്നത് ഒരു അല്പനാണ്. അതായത് ബിഗ് ബോസ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു അല്പനാണ്. ഈ പറയുമാതിരി സ്വയം ആരോ ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പൊങ്ങി ടോക്സിസിറ്റിയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. ലാസ്റ്റ് എന്താ പറയുന്നത് അവനെ ഇടിച്ചു. അപ്പോൾ ഇതുപോലുള്ള നാടത്തരങ്ങൾ കാണുമ്പോൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് യൂട്യൂബേഴ്സിന് മുഴുവൻ അപമാനപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് സംസാരിച്ച് തന്നെ പോകണമെന്ന് തോന്നി. പിന്നെ അവൻ താങ്ങുന്നതൊക്കെ താങ്ങി നിൽക്കട്ടെ. പിന്നെ എന്താ പറയുന്നത്, നിങ്ങൾക്കറിയാം പിന്നെ അവൻ കാണിച്ച കാട്ടത്തി. പിന്നെ അതേ കണക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു, തങ്കച്ചി പാസം. വിജയ് സിനിമ കണ്ടതിൻ്റെ ഇൻസ്പിറേഷനാണ് തങ്കച്ചി പാസം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേ കണക്കുള്ള നടൻ നീ ജെന്യുവിൻ എന്താണെന്ന് ജനങ്ങൾക്ക് നിന്റെ വീഡിയോസിലൂടെയും അല്ലെങ്കിൽ നിന്റെ പ്രതികരണങ്ങളിലൂടെയൊക്കെ അറിയാവുന്നതാണ്. നീ അതിനകത്ത് പോയിട്ട് കാണിച്ചത് മൊത്തവും നീ അല്ലാത്തൊരു വ്യക്തിയായിരുന്നു. നീ പക്ക ഫേക്കായിരുന്നു അതിനകത്ത്. എന്നിട്ട് വെളിയിൽ വന്നിട്ട് അതിനെ മോറൽ വൽക്കരിച്ച് അല്ലെങ്കിൽ അതിനെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇതാക്കി നീ പിന്നെ അത് കൊണ്ടുപോകുന്ന രീതി, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ പറയാൻ ഉള്ളത് മറ്റുള്ളവരും പറയും. നിനക്ക് അവനെ ആശയപരമായിട്ട് നേരിടണമായിരുന്നെങ്കിൽ ആശയപരമായിട്ട് തന്നെ നേരിടണമായിരുന്നു. ഒരിക്കലും സിജോ എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ കാര്യമല്ല റോക്കി ഇടിച്ചത്. അത് പേഴ്സണൽ കാര്യം ആവുന്നത് നിന്റെ ശരീരം നൊന്തപ്പോൾ മാത്രമാണ്. മനസ്സിലായില്ലേ? നീ ആ ഷോയിൽ വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അനന്തൂനെന്നല്ല ഈ സമൂഹത്തിലെ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ളത്. ആ ഷോ എന്ന് പറയുന്നത്
ഒരു സർവൈവൽ ഗെയിമാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം അവിടെ പരിശോധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതേ കണക്ക് തന്നെ ആ ഗെയിമിൻ്റെ ഷോയിൽ കണ്ടന്റ് മേക്ക് ചെയ്യുന്ന രീതി ആൾക്കാർ ശ്രദ്ധിക്കും. ക്രിട്ടിസൈസും ഉണ്ടാവും. ആ ഷോ എങ്ങനെയാണ്, അത് ആ ഷോ ടോക്സിക്കാണ്, ആ ഷോ സ്വാഭാവികമായിട്ടും ടോക്സിക്കാണ്. അപ്പോൾ ആ രീതിയിൽ ഇടി കിട്ടുന്നതും ജനങ്ങൾക്ക് സംസാരിക്കാവുള്ളൂ. അതിൻ്റെ കയ്യിലിരിപ്പും എല്ലാം. ഒരിക്കലും ഞാനിപ്പോൾ ഇവിടെയും പറയുന്നു, റോക്കി ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. റോക്കി അല്ല ഇവിടെ പറയുന്നത്. പക്ഷെ റോക്കി സിജോയ്ക്ക് കൊടുത്ത ഇടി അത് കിട്ടേണ്ടതാണെന്ന് അത് കണ്ടുകൊണ്ടിരുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അന്ന് റോക്കിക്കായിരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട്. കാര്യം അവനെ അത്രയും ടോക്സിക് ആക്കിയത് ഇവനും കൂടെ നിന്നാണ്. അവൻ ആ രീതിയിൽ പോയത്. ലാലേട്ടന് എതിരെ വരെ നിന്ന് സംസാരിക്കാൻ നിർത്തി ഇവന്മാർ കൈയടിച്ചു കൊടുക്കുമായിരുന്നു. അതാണ് അവൻ്റെ ഇടി ഇവന് കിട്ടിയപ്പോൾ എല്ലാവരും കൈയടിച്ചത്. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ സിജോ എന്ന് പറയുന്ന ആള് വളരെ നല്ല വ്യക്തിയായിട്ടൊക്കെ വന്നത്. നീ കാട്ടി തീ ഒരു ഒലക്കയുടെ മൂടുമല്ല, നീ ഒരു യൂഷ്വലായിട്ടുള്ള നീ ഒരു സൈക്കോ ആണ്. സീരിയസ് ആയിട്ടും പറയണം, നീ ഒരു സൈക്കോ ആണ്. ഈ പറയുമാതിരി മറ്റുള്ളവരുടെ അഭിഹിതമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന ഒരു സൈക്കോ. അതിനപ്പം നീ ഒന്നുമല്ല. നീ കഴിഞ്ഞ കാലം വരെ ബിഗ് ബോസ് കയറാൻ വേണ്ടി വരെ ഉപയോഗിച്ചത് ഇത് തന്നെയാണ്. ഇതേ പാറ്റേണാണ് ഉപയോഗിച്ചത്. ഇതേ സ്ത്രീയെ നീ എന്തുമാത്രം മോശം പറഞ്ഞത് അനന്തു എടുത്ത് പറഞ്ഞതാണോ കാര്യം. അത് കണക്ക് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടാൽ നിനക്ക് കേസും വഴക്കൊന്നും ഒരു ഇഷ്യൂ അല്ലാന്നറിയാം. അവനെ സംബന്ധിച്ച് അവൻ്റെ കുടുംബത്തിൽ ഒരു പോലീസ് കയറുകയാണെങ്കിൽ അവന് നാണക്കേടാണ്. അതാണ് നല്ല കുടുംബത്തിൽ പിറന്നവരുടെ ലക്ഷണം. നിങ്ങൾക്കറിയാം, താത്ത ഷെബീന എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. സീരിയസ് ആയിട്ട് നാണക്കേടായിരുന്നു. എനിക്കതിനകത്ത് വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി. അത് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നെന്ന് തോന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ ദുഃഖിപ്പിച്ചു എന്ന് തോന്നുമ്പം അവരോട് സ്നേഹമുണ്ടെങ്കിൽ അത് തിരുത്തി നമ്മൾ മുന്നോട്ട് പോകാനേ ശ്രമിക്കാവൂ. അപ്പോൾ സിജോ എന്ന് പറയുന്ന ഈ ഒരു നാറിയുടെ ഈ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന ഒരു പ്രത്യേക ചിന്താകാരാണെന്ന് എനിക്ക് പറയാവുള്ളൂ. സീരിയസ് ആയിട്ടും പറയുകയാണ്. ക്രിട്ടിസൈസം നടത്താം. അനന്ത് ചെയ്ത കണക്ക് കൃത്യമായ ഒരു ക്രിട്ടിസൈസം നടത്താം. അനന്തുവിൻ്റെ ഒരുപാട് വീഡിയോകൾക്ക് പോരായ്മകളുണ്ട്. എല്ലാം ഒന്നും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. പക്ഷേ ഈ വന്നിരുന്ന എന്തൊക്കെ വിളിക്കുന്നത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഇതുമല്ല. ഞാനൊക്കെ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് പലരെയും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുമായിരുന്നു. അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം നമ്മൾ തിരുത്തി മുന്നോട്ട് പോകുന്നു. അപ്പം എന്താ പറയുന്നത്, അതേപോലെ അല്ല സിജോ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ച് പേരുണ്ട്. ഇയാൾ പറഞ്ഞ ഇൻഫ്ലുവൻസ് ആവുന്ന കുറച്ച് പേരുണ്ട്. കാര്യം അത് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു ഹ്യൂജ് എന്താ പറയുന്നത് ഒരു ബേസിക്. ആ ബേസിൽ നിന്നുണ്ടായ കുറച്ച് ഫാൻസൊക്കെ ഇവനുണ്ട് ഇപ്പോഴും. ഇവനെ താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ഇവനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. എൻ്റെ അഭിപ്രായം ഇതാണ്. ഇവൻ ചെറ്റകളിൽ ചെറ്റയായിട്ട് പോവുകയാണ്. സീരിയസ് ആയിട്ട്. ഇതിനിടയ്ക്ക് സായിയൊക്കെ ഇവനായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം എല്ലാ കാര്യത്തിലും അല്ലാതെ തന്നെ സായി എയറിലാണ്. അതിൻ്റെ കൂടെ ഇവനെയും കൂടെ ചേർത്ത് പിടിച്ച് ഇനി സായി അവന് ഇതാവേണ്ട കാര്യമില്ല. പിന്നെ പറയാനുള്ളത് അവൻ്റെ ലോജിക്കില്ലായ്മയും ഒന്നും പറയില്ല. അപ്പം സിജോ എനിക്കെതിരെയും വീഡിയോ ചെയ്യുമോ? ചെയ്തോ. അപ്പം ഇത്രേ പറയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.